മാവൂരിലെ പ്രധാന കർഷകനായ മരക്കാർ ബാവയുടെ തോട്ടത്തിലാണ് തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ആരംഭിച്ചത്. നെല്ലും വാഴയും പച്ചക്കറികളും മാത്രം കൃഷി ചെയ്തിരുന്ന പരമ്പരാഗത കൃഷിരീതി പിന്തുടരാൻ ബാവയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. മാവൂർ പാടത്ത് 11 വർഷം മുൻപ് ആദ്യമായി തണ്ണിമത്തൻ കൃഷി ഇറക്കിയപ്പോൾ മറ്റ് കർഷകർ പോലും മരക്കാർ ബാവയെ പരിഹസിച്ചു. ഈ കൃഷി നമ്മുടെ മണ്ണിന് അനുയോജ്യമല്ലെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തപ്പോൾ അന്ന് മാവൂർ പാടത്ത് 100 മേനി തണ്ണിമത്തനാണ് വിളഞ്ഞത്. മറ്റ് കർഷകരും പിന്നീട് തണ്ണിമത്തൻ കൃഷി ഏറ്റെടുത്തു. ഇത്തവണയും മരക്കാർ ബാവയുടെ മാവൂരിലെ പാടത്തെ കൃഷിയിടത്തിൽ ഷമാമിന്റെയും കണിവെള്ളരിയുടെയും കൂടെ 2.5 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തനും കൃഷിയിറക്കിയിട്ടുണ്ട്. നാംധാരിയും ഈശോയും മഹീക്കോയും ഉൾപ്പെടെ 3 ഇനങ്ങളാണ് മാവൂർ പാടത്ത് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. നമ്മളെ മണ്ണിന് ഏറ്റവും കൂടുതൽ യോജിച്ച കൃഷി ഏതാണെന്ന് വെച്ചാൽ കിരണാണ്. കിരണിൽ നമ്മൾ ഈശോ, മഹീക്കോ, നാംധാരി പല കമ്പനികളും പല രീതിയിലുള്ള കമ്പനികളും നമ്മൾ വിത്തായിട്ട് കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നാംധാരി ഉണ്ട്, മഹീക്കോ ഉണ്ട്, ഈശോ ഉണ്ട്. അങ്ങനെ 3 ഐറ്റംസും ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പ് പകർന്നു നൽകിയ പാഠങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കിയാണ് മരക്കാർ ബാവ കൃഷിയിൽ വിജയം കൊയ്തത്. പ്ലാസ്റ്റിക് മൾച്ചിങ്ങും ഡ്രിപ്പ് ഇറിഗേഷനും ജലസേനം കണിക ജലസേനം വഴി വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വെള്ളത്തോടൊപ്പം തന്നെ വളപ്രയോഗം അതിൻ്റെ കൂടെ ചെയ്യാവുന്ന രീതിയിൽ നൂതനമായ കൃഷി രീതി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലാണ് ഈ കൃഷിയുടെ ചെയ്തിരിക്കുന്നത്. നല്ല വിളവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും വിളവെടുപ്പിൽ പങ്കാളികളായി. ചൂട് വർദ്ധിച്ചതോടെ ധാരാളം പേരാണ് മാവൂരിലെ നാടൻ തണ്ണിമത്തനുകൾ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.